ആ സമയത്ത് എന്താ തോന്നിയെന്ന് വെച്ചാൽ അറിയില്ല. രേഷ്മ അത് വായിച്ചപ്പോൾ തന്നെ എന്തോ അല്ലാതെ ഒരു ഇമോഷണലി ഒന്ന് ഇതായി. പിന്നെ ഞാൻ വായിക്കാൻ എനിക്ക് സൗണ്ട് വരുന്നില്ലായിരുന്നു. അപ്പം ചിലപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, അതുകൊണ്ടാവാം എന്ന് കരുതുന്നു. അല്ലേ രേഷ്മ? അപ്പം എന്തായാലും സന്തോഷം. അതെ, कहीं भी मैं जाऊं दिखे मुझे तू ही जैसे हो यही रोके रोके मुझे कोई. ഞങ്ങൾ രണ്ടുപേരും സിംഗിൾ ആയിട്ട് നല്ല ആസ്വദിച്ച് ജീവിച്ചോണ്ടിരുന്ന ആൾക്കാരാ. മാരീഡ് ആവുകയാണെങ്കിൽ ആ ഇൻഡിവിജ്വൽ സ്പേസും ഇൻഡിപെൻഡൻസും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ വേണമെന്ന് രണ്ടുപേർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ വിവാഹത്തെ പറ്റി കുറച്ച് ഐഡിയാസ് ഉണ്ടായിരുന്നു. വളരെ സിമ്പിളായിട്ട് റിലീജിയസ് പ്രാക്ടീസ് ഒന്നും ഇല്ലാതെ, അങ്ങനത്തെ കസ്റ്റംസ് ഒന്നും ഇല്ലാതെ വളരെ ലളിതമായിട്ടൊരു വിവാഹമായിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഐഡിയാസ് ഒക്കെ ചേർന്ന് പോകുന്ന ഒരു പാർട്ട്ണറെ കിട്ടുകയാണെങ്കിൽ വിവാഹം മതി എന്നായിരുന്നു തീരുമാനം. അപ്പൊ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് അച്ഛൻ എനിക്ക് സെക്യുലർ മാട്രിമോണി എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പേജ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. അങ്ങനെ എൻ്റെ പ്രൊഫൈൽ അതിൽ ഇട്ടു. അങ്ങനെയാണ് ലിതിനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. അതെ. कैसी आदत है छूटे ना भागे मन वही उसकी दिशा में माने ना लगे नहीं क्यों बढ़ते गए. മാരേജ് നമ്മുടെ ആശയങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരാളെ കിട്ടൂല്ലേ എന്നുള്ളത് എപ്പോഴും നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. അപ്പം ഒറ്റയ്ക്ക് ജീവിക്കാനും പ്രാക്ടീസ് ചെയ്ത ഒരാളാണ്. അപ്പം അതിൻ്റെ ഇടയിലാണ് ഇപ്പം സെക്യുലർ മാരേജ് മാട്രിമോണിയിൽ രേഷ്മയുടെ പ്രൊഫൈൽ കാണുന്നത്, പിന്നീട് കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേർക്കും കാഴ്ചപ്പാടുകളും ആശയങ്ങളൊക്കെ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളെ പിന്നെ മുമ്പോട്ട് നയിച്ചതും. നല്ല ഫ്രണ്ട്സായി, പിന്നെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒരു പോയിന്റിൽ നമ്മളത് പരസ്പരം തുറന്നു പറഞ്ഞ് മുമ്പോട്ട് പോയി തീരുമാനിച്ചു. സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്.